ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുബർനെറ്റീസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ K8 എന്നൊക്കെ പറയും. നിങ്ങളപ്പോൾ കുബർനെറ്റീസിനെ പറ്റിയിട്ട് നിങ്ങൾ IT ഫീൽഡിൽ പുതുതായിട്ടുള്ളതാണെങ്കിൽ കേൾക്കാൻ വളരെ സാധ്യത കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ IT ഫീൽഡിലുള്ളവർക്ക് പലരും കേട്ടിട്ടുണ്ടാവും ഈ കുബർനെറ്റീസ് എന്താണെന്ന്. പക്ഷേ ആർക്കും ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ പറയാനുണ്ടാവില്ല. നമുക്ക് ആദ്യം എന്തായാലും ഈ കുബർനെറ്റീസിൻ്റെ ഡെഫിനിഷൻ എന്തെന്ന് നോക്കാം. അപ്പോൾ ഈ കുബർനെറ്റീസിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാണാം, കുബർനെറ്റീസ് ഈസ് യൂസ് ടു ഓർക്കസ്ട്രേറ്റ് കണ്ടെയ്നറൈസ്ഡ് ക്ലൗഡ് നേറ്റീവ് മൈക്രോ സർവീസസ് ആപ്ലിക്കേഷൻസ്. ഒന്നും മനസ്സിലായില്ലല്ലേ? അപ്പോൾ ഇതാണ് കുബർനെറ്റീസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് എന്താണ്, ഈ ഡെഫിനിഷൻ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ടേമും അതെന്താണെന്നും കുബർനെറ്റീസിൻ്റെ വർക്കിംഗ് എന്താണെന്നും എല്ലാം നമ്മളൊരു പ്രാക്ടിക്കൽ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്കറിയാമല്ലേ, നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന രീതി, അതായത് ട്രഡീഷണൽ രീതി. അതായത് പണ്ടൊക്കെ നമ്മളെങ്ങനെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ എല്ലാം കൂടെ ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് നേരെ നമ്മുടെ വെബിലേക്ക് ഡിപ്ലോയ് ചെയ്യും. ഇതായിരുന്നു നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് പണ്ടത്തെ രീതി. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് കാര്യങ്ങൾ വളരെ മാറിയിരിക്കുകയാണ്. അതായത് നമ്മൾ കുറേ കൂടുതൽ ടെക്നോളജിയൊക്കെ വളർന്നു. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. എന്ന് പറയുന്നത് നമ്മൾ ആ ഡെഫിനേഷനിൽ കണ്ട പോലെ തന്നെ മൈക്രോ സർവീസസ് പോലെ ഇപ്പോൾ തിരിച്ചിട്ടൊക്കെയാണ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതായത് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് പല ഫങ്ഷണാലിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷനിൽ വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു ഫങ്ഷണാലിറ്റി ഉണ്ടെങ്കിൽ ആ സൈഡ് നോക്കുന്നത് പ്രത്യേക ടീമായിരിക്കും. അതേപോലെ തന്നെ ആ ആപ്പിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന വേറൊരു ടീം. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഒത്തൻറ്റിക്കേഷൻ മെക്കാനിസമോ അല്ലെങ്കിൽ ഓത്തറൈസേഷൻ മെക്കാനിസമോ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേറെ ടീം. അതായത് ഈ ആപ്ലിക്കേഷൻ്റെ തന്നെ പല ഫങ്ഷണാലിറ്റീസ് നോക്കുന്നത് ഡിഫറെൻറ്റ് ടീംസ് ആയിരിക്കും. നമ്മുടെ ട്രഡീഷണൽ വേ അല്ലെങ്കിൽ പഴയ കാലത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിട്ട് നമ്മളത് ഒരു ആപ്ലിക്കേഷനായി ഡെവലപ്പ് ചെയ്തിട്ട് നേരെ ഡിപ്ലോയ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇന്ന് ഈ കാലത്ത് പല മൈക്രോ സർവീസസ് ആയിട്ട് നമ്മൾ ഈ പല ഫങ്ഷണാലിറ്റീസെ ഡിവൈഡ് ചെയ്തിട്ട് അതും ഓരോ ടീമായിരിക്കും ഓരോ ഫങ്ഷണാലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ടീമെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഈ ടീമുകളെല്ലാം തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ ഈ ടീമായി സെപ്പറേറ്റ് പിരിഞ്ഞിട്ട് ഈ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൈക്രോ സർവീസസ്. ഇപ്പോൾ മൈക്രോ സർവീസസ് മാത്രമല്ല, നമ്മൾ വേറൊരു യുഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷനെല്ലാം കണ്ടെയ്നറൈസ് ചെയ്യാൻ പോവുകയാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പല ഫങ്ഷണാലിറ്റീസിനെ ഓരോരോ പാക്കേജായി ഡെവലപ്പ് ചെയ്ത യുഗത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ പാക്കേജായിട്ട് തിരിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ്റെ കോഡ് മാത്രമാണ് നമ്മൾ പാക്കേജ് ചെയ്യുന്നത്. പക്ഷേ ആ ആപ്ലിക്കേഷൻ്റെ കോഡിന് വേണ്ടപ്പെട്ട ഡിപ്പെൻഡൻസീസും OSും കാര്യങ്ങളും എല്ലാം തന്നെയായിരിക്കും നമ്മൾ ഓരോ പാക്കേജായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഏകദേശം പിടികിട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതുവരെയും നമ്മൾ കുബർനെറ്റീസിലേക്ക് വന്നിട്ടില്ല. നമ്മളിപ്പോഴും ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കായ കുബർനെറ്റീസിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ ആ ഡെഫിനിഷൻ തന്നെ എടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഓരോ ടേംസ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കാം, കുബർനെറ്റീസിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് യൂസ് ടു ഓർക്കസ്ട്രേറ്റ് കണ്ടെയ്നറൈസ്ഡ് ക്ലൗഡ് നേറ്റീവ് മൈക്രോ സർവീസസ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേമായ ഓർക്കസ്ട്രേറ്റ് തന്നെ എടുക്കാം. ഈ ഓർക്കസ്ട്രേറ്റ് ഞാൻ എന്താണ്? ഈ ഓർക്കസ്ട്രേറ്റ് എന്ന് പറയുകയാണെങ്കിൽ, സിമ്പിളായി പറയുകയാണെങ്കിൽ മാനേജിങ് അവർ ആപ്ലിക്കേഷൻ. അതായത് ജസ്റ്റ് ആ ആപ്ലിക്കേഷനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മാനേജ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്താണ്? ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനെ ഡിപ്ലോയ് ചെയ്യണമെങ്കിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനെ സ്കെയിൽ അപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ സ്കെയിൽ ഡൗൺ ചെയ്യണമെങ്കിലോ ഇതെല്ലാം ഈ മാനേജിങ് ഓഫ് ആപ്ലിക്കേഷൻ്റെ കീഴെ വരുന്ന കാര്യങ്ങളാണ്. പിന്നെന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പല പാക്കേജാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ പാക്കേജ് ഡൗൺ ആയി കഴിഞ്ഞാൽ അതിന് ബാക്കപ്പ് ആയിട്ട് ഒരു ഇൻസ്റ്റൻസ് അവിടെ വേണം. അതിനെയാണ് നമ്മൾ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഈ സെൽഫ് ഹീലിങ്ങും നമ്മുടെ ഈ മാനേജിങ് അവർ ആപ്ലിക്കേഷൻ്റെ കീഴെ തന്നെ വരുന്നൊരു കാര്യമാണ്. പിന്നെന്ന് പറയുന്നത് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ റോൾ ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നോർമലായിട്ടും യൂസർ എക്സ്പീരിയൻസിന് വേണ്ടി അതിന് നമുക്ക് പീരിയോഡിക്കലി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ റോൾ ചെയ്യണമല്ലേ. അതുപോലെ തന്നെ റോൾ ബാക്ക് പ്ലാന്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ആപ്ലിക്കേഷൻ്റെ ആ സക്സസ്സിലേക്ക് അത് നയിക്കുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് മാനേജിങ് അവർ ആപ്ലിക്കേഷൻ്റെ കീഴെ വരുന്നത്, അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ഡെഫിനേഷനിൽ വരുന്ന അടുത്ത ടീം എന്ന് പറയുന്നത് കണ്ടെയ്നറൈസ്ഡ് ആണല്ലേ. കണ്ടെയ്നർ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്. അതായത് പാക്കേജായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനെ കോഡിനെ എല്ലാം പാക്കേജായിട്ട് മാറ്റുക എന്നുള്ളതാണ്.
അതായത് പാക്കേജായി മാറ്റിയിട്ട് ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ വരുന്ന അടുത്ത ടേം എന്ന് പറയുന്നത് ക്ലൗഡ് നേറ്റീവ് ആണ്. ക്ലൗഡ് നേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഇതൊരു പുതിയ ടേം ആയിരിക്കും പലർക്കും. അപ്പോൾ അത് ജസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ആപ്ലിക്കേഷനാണ് ദാറ്റ് ഈസ് ഡിസൈൻ ടു മീറ്റ് ക്ലൗഡ് ഡിമാൻഡ്സ് ലൈക്ക് ഓട്ടോ സ്കെയിലിംഗ്, സെൽഫ് ഹീലിംഗ്, റോളിംഗ് അപ്ഡേറ്റ്സ് ആൻഡ് റോൾ ബാക്സ്. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോയിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന വീഡിയോ കണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതിൽ നമ്മളൊരു ക്ലൗഡിൽ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലൗഡ് സെർവറിൽ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. തീർച്ചയായും ഒരു ഓൺ പ്രിമൈസ്, അതായത് ഒരു ഫിസിക്കൽ സെർവറിൽ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നതിനേക്കാൾ വളരെ 10 മടങ്ങ് ഉപയോഗമായിരിക്കും നമ്മളൊരു ക്ലൗഡിൽ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ. അതിനെയാണ് അങ്ങനെ ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇപ്പോൾ സ്റ്റോറേജ് സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ അപ്പ് ചെയ്യാം, അതേപോലെ സ്കെയിൽ ഡൗൺ ചെയ്യണമെങ്കിൽ ഡൗൺ ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലൗഡ് ആണെങ്കിൽ. പക്ഷേ അതൊരു ഫിസിക്കൽ സെർവർ ആണെങ്കിൽ അത് അത്രയും ഈസി ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെ പറയുന്ന പേരാണ് ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻസ്. പിന്നെ നമ്മുടെ ഡെഫിനേഷനിൽ വരുന്ന അടുത്ത ടേം എന്ന് പറയുന്നത് മൈക്രോ സർവീസസ് ആണ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ മൈക്രോസ് എന്ന് പറഞ്ഞാൽ an application built from lots of independent small specialized parts that works together. അതായത് ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് പല ഫങ്ഷണാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓരോ ഫങ്ഷണാലിറ്റീസും ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒതൻറ്റിക്കേഷൻ സർവീസ്, വീഡിയോ കൺവേർഷൻ, വീഡിയോ സ്ട്രീമിംഗ്, ഡിസ്കഷൻ സെക്ഷൻ, സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ ഭാഗമായി വരുന്ന പല ഫങ്ഷണാലിറ്റീസ് ആണല്ലേ. ഈ ഫങ്ഷണാലിറ്റീസ് എല്ലാം പല ടീം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് മൈക്രോ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു ടൂൾ വേണമല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ ടോപ്പിക്, അതായത് കുബർനെറ്റീസ്. അപ്പോൾ കുബർനെറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ സിംപ്ലി ഒരു മാനേജ്മെൻറ്റ് ടൂളാണ്. അതായത് നമ്മുടെ കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻ, നമ്മുടെ ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യുന്ന കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കുബർനെറ്റീസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല അതിൻ്റെ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്, കുബർനെറ്റീസ് എന്ന് പറയുന്നത് ക്ലൗഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എടുക്കുക, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഗൂഗിൾ ക്ലൗഡിൽ അത് നമ്മൾ ഡിപ്ലോയ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലൗഡ് നേറ്റീവ് ആണ് നമ്മുടെ കുബർനെറ്റീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് നാളെ തോന്നുകയാണ് എനിക്ക് ഗൂഗിൾ ക്ലൗഡിൽ നിന്ന് AWSലേക്ക് എൻ്റെ ആപ്ലിക്കേഷനെ മാറ്റണം. കുബർനെറ്റീസ് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ക്ലൗഡിൽ നിന്ന് മറ്റൊരു ക്ലൗഡിലേക്ക് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ കുബർനെറ്റീസ് സഹായിക്കും. ഇപ്പോൾ എനിക്ക് നാളെ AWSൽ നിന്ന് അജൂറിലേക്ക് മാറണമെങ്കിൽ അവിടെയും നമുക്ക് നമ്മുടെ കുബർനെറ്റീസ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ പാക്കേജസും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കുബർനെറ്റീസിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം പലർക്കും ഇതിലെ ടോപ്പിക്സും കാര്യങ്ങളും, അതായത് ഇതിൽ വരുന്ന കണ്ടൻസും കാര്യങ്ങളും ടേംസും കാര്യങ്ങളൊക്കെ വളരെ പുതിയതായിരിക്കും. കണ്ടെയ്നറും അങ്ങനെയുള്ള മൈക്രോ സർവീസസും കാര്യങ്ങളൊക്കെ, കാരണം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. എന്നാലും കുബർനെറ്റീസിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കായിരുന്നു. എന്നാലും നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു, ബൈ.